കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പുളിങ്ങോം മീൻതുള്ളിയിലെ കോഴി ഫാമിൽ വെള്ളം കയറി 6300 കോഴികൾ ചത്തു. കരിങ്കോട് പുഴയും പൊൻപുഴത്തോടും കരകവിഞ്ഞൊഴുകിയതോടെയാണ് ഫാമിലേക്ക് വെള്ളം ഇരച്ചു കയറിയത്. പുളിങ്ങോം മീൻതുള്ളിയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളായ വിനീഷ്, വിനു, ജയൻ, ദിലീപ് എന്നിവർ സ്വന്തം അധ്വാനവും കടമെടുത്ത പണവും ചേർത്താണ് കുടുംബശ്രീ മിഷന്റെ സഹായത്തോടെ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി കോഴി ഫാം ആരംഭിച്ചത്. കാര്യങ്കോട് പുഴയും പൊൻപുഴത്തോടും കരകവിഞ്ഞൊഴുകിയതോടെയാണ് മീൻതുള്ളിയിലെ കോഴി ഫാമിലേക്ക് വെള്ളം ഇരച്ചു കയറിയത്. വെള്ളം ഉയർന്നതോടെ ഫാമിലുണ്ടായിരുന്ന 6300 കോഴികളും ചത്തു. 5 ദിവസം കൂടി കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തുമായിരുന്ന കോഴികളാണ് ചത്തതെന്നും ഏകദേശം 21 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുവെന്നും സംരംഭകരായ ചെറുപ്പക്കാർ പറയുന്നു. പെട്ടെന്നുണ്ടായ ഒരു ഉരുൾപൊട്ടലിൽ വളരെയധികം വെള്ളം കയറിയിട്ട് കൂടിൻ്റെ പകുതി ഭാഗം വെള്ളം കയറി 6300ഓളം കോഴികൾ. അതും 33 ദിവസം പ്രായമായ കോഴികളാണ്. 35 ദിവസം പോലെ നമ്മൾ സെയിലിന് ചെയ്യുന്ന അവർ വന്ന് കൊണ്ടുപോകുന്ന സാധനമാണ്. അപ്പോൾ അത്രയും തീറ്റ തിന്നു തീർന്നു. 365 ചാക്കോളം തീറ്റ കഴിച്ച കോഴികളാണ് അത്രയും വലുത്. ബാക്കി ഒരു 50 ചാക്കോളം തീറ്റ വെള്ളത്തിൽ ഒഴുകി പോവുകയും ചെയ്തു. മൊത്തം പോയില്ല, ബാക്കിയെല്ലാം നനഞ്ഞു പോയി. മൊത്തം കോഴികളെയും മറവ് ചെയ്യാൻ തന്നെ വലിയ ചിലവ്. JCB എല്ലാം കൂട്ടി കുറേ കോഴികൾ പുഴയേക്കൂടെ ഒഴുകിയും പോയിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം കയറുന്നത് ആദ്യമാണെന്ന് ഫാം സ്ഥിതി ചെയ്യുന്ന സ്ഥലമുടമയായ ടോമി പുത്തൻപുരയിലും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇങ്ങനെ വെള്ളം ശക്തമായിട്ട് ഇങ്ങനെ വരുന്നു. ഞങ്ങളൊക്കെ നോക്കി നിൽക്കുവാണ്. ഇവിടെ ഫാമിൻ്റെ അകത്തേക്ക് വെള്ളം കയറി ഞാനിവിടെ ഉണ്ടായിരുന്ന സംഭവ സ്ഥലത്ത് കയറി അരിച്ച് വെള്ളം വരുവാണ്. അത് ഫാമിലേക്ക് കയറുന്ന കോഴികളെല്ലാം കൂടെ വെള്ളത്തിൽ അകപ്പെട്ട് പോവുകയാണ് ചെയ്തത്. ഒരു കാലത്ത് ഇങ്ങനെ വെള്ളം കയറി ഇതൊരു ആദ്യത്തെ സംഭവമാണത്. പുഴയെന്ന് പറഞ്ഞാൽ ഇതൊരു ഏകദേശം ഒരു 3 ഏക്കർ മിച്ചമുള്ളൊരു സ്ഥലമാണ്. ഇതിൽ നിറഞ്ഞ വെള്ളം കയറി കിടക്കുമായിരുന്നു. ആ രീതിയിലാണ് വെള്ളം കയറിയത്. കനത്ത സാമ്പത്തിക നഷ്ടം നേരിട്ട യുവാക്കൾക്ക് അടിയന്തര സർക്കാർ സഹായവും മതിയായ നഷ്ടപരിഹാരവും അനുവദിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.